ഇന്ന് മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റൈസാണിത്. വേറെ കറിയൊന്നുമില്ലെങ്കിൽ ഇതേമാതിരി ഒരു മുട്ടച്ചോറുണ്ടാക്കിയാൽ മതി. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ. ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തതിനു ശേഷം ചതച്ചു. പച്ചമുളക് 2ആയി കട്ട് ചെയ്തു. ടൊമാറ്റോ ചോപ്പ് ചെയ്തു. ടൊമാറ്റോ ചെറുതായി ചോപ്പ് ചെയ്യണം. 2 കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ കുരുമുളകും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പരന്ന ചീനച്ചട്ടി ചൂടാക്കാം. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പിലയും ഉണക്കമുളകും ഇടാം. അതൊന്ന് സോട്ട് ചെയ്യണം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാതെ മൂപ്പിച്ചെടുക്കണം. ഇത് മൂപ്പിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ മുട്ടച്ചോറിന് ഇതിൻ്റെ റോ ടേസ്റ്റ് വരും. അതുകൊണ്ട് കരിയാതെ സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇടാം. ചെറിയ ഉള്ളിയും ഇതേമാതിരി കരിയാതെ മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതേമാതിരി ആയി കഴിയുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും പച്ചമുളകും ഇടാം. ടൊമാറ്റോ എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. ഈ പച്ചമുളകിന് അങ്ങനെ ഒരുപാട് എരിവൊന്നുമില്ല, സാധാരണ എരിവ് മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ വഴറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഇനി പൊടികൾ ചേർക്കാം. എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ ഒന്ന് വഴറ്റണം. പൊടികൾ പുകയാതിരിക്കാനാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞത്. ഇനി മസാലയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മുട്ടയൊഴിച്ച് സ്ക്രാമ്പിൾ ചെയ്യണം. മുട്ട നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്തതിനു ശേഷം മാത്രമേ മസാലയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടുള്ളൂ. ഇനി മുട്ടയും മസാലയും കൂടി നല്ലതുപോലെ ഇളക്കിയെടുക്കാം. വേവിച്ച ചോറ് ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ചോറ് വേവിച്ചത് ഉപ്പ് ചേർത്തിട്ടാണ്, പക്ഷേ നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ടില്ലേ, അതുകൊണ്ടാണ് ഒരല്പം ഉപ്പ് ചേർക്കുന്നത്. മുട്ടയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ തൂകണം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം. പച്ച വെളിച്ചെണ്ണ ഇതേമാതിരി ചേർക്കുമ്പോൾ മുട്ടച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏതാണ്ട് ഒരു ബിരിയാണി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് ചോറ് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ മുട്ടച്ചോറ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫീഡ്ബാക്ക് തരികയും വേണം.